ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ പതിവ് പോലെ തന്നെ നമ്മൾ ചായയൊക്കെ വെള്ളം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരിയൊക്കെ ഒന്ന് അരച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇന്ന് കുയ്യപ്പം ഉണ്ടാക്കാമെന്നാണ് കരുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നുണ്ടല്ലോ ഞാൻ ഓട്ടടയൊക്കെ ഉണ്ടാക്കണു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചൊക്കാമെന്ന് കരുതിക്കാണ്ട് പച്ചരി തലേന്ന് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ചായയൊക്കെ തളിച്ചു കേട്ടോ. ചായക്കൊക്കെ പൊടി ഇട്ടുക്കണു. മോളൂസിനുള്ള ചായ കൊണ്ടുപോയി കൊടുക്കണം. ഓളൊന്നിപ്പോൾ റസ്ക്കും ചായയും കുടിച്ചാണ് പോകുന്നത്. നമ്മൾ തിരിഞ്ഞ് മറിഞ്ഞ് ചായ അടിച്ചാനൊക്കെ ആകുമ്പോഴത്തേന് ഓൾ ഇവിടെ എത്തും ചെയ്തു കേട്ടോ. അവസിട്ട് കാണുമ്പോൾ എത്തും. അപ്പോൾ ഇന്ന് കുയ്യപ്പയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. അപ്പോൾ കുയ്യപ്പച്ചട്ടിക്കൊന്ന് മോളിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പച്ചരി തലേന്ന് ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് അരച്ചെടുക്കാൻ വേണ്ടിയുള്ള ഉൾക്കാലത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചരിയും അതിപ്പോൾ കുറച്ച് ചോറും ഈ തേങ്ങ അരമുറി തേങ്ങ ഇതിൻ്റെ പകുതി തേങ്ങയും എടുത്തുക്കണു. പിന്നെ 2 ഏലക്കായ ഇട്ടുക്കണു. നല്ല ജീരകവും ഒക്കെ പാടിട്ട് കാണിട്ട് അരച്ചെടുത്തുക്കണു കേട്ടോ. കുറച്ച് ചോറും ഇട്ട് കൊടുത്തുക്കണു. എന്നിട്ട് അരച്ചെടുത്ത് ഒരു 3-4 ചക്കരൻ്റെ അച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഉരുക്കിയാണ് റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ പാർന്നൊക്കെ മാവൊക്കെ പാകാക്കി വെച്ചുകൊണ്ട് അപ്പോൾ ഞെത്തിച്ച് കുടിപ്പിച്ചൊക്കെ ഒന്ന് എരുമാലും ആക്കട്ടെ എന്ന് കരുതി വെച്ചതാണ്. അപ്പോൾ മക്കളെ ഞങ്ങളോട് പറയുകയാണ് വെച്ചെങ്കിൽ പൊന്നിൻ്റെ വിലയാണ് മത്തിക്ക്. മത്തി തിന്നാളെ പൂതിയോട് മേടിച്ചതാണെന്ന് തന്നെ പറയാം. അതാണ് മത്തിട്ട. ഞങ്ങൾ 5 ആളാണ്. 2 ഏറെയാണ് ഇതിൽ. അപ്പോൾ ഇതൊന്നൊക്കെ വറ്റിച്ചെടുക്കും വേണം. എന്തെങ്കിലുമൊക്കെ ഒരു കറി ഉണ്ടാക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. എന്തെങ്കിലും കറിയില്ല കേട്ടോ. പടലങ്ങ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം വെള്ളത്തിൽ അവിടെ പൊതിർന്നാൽ ഉപ്പുണ്ടല്ലോ ചെറുക്കിയൊക്കെ ഉണ്ട് ഇതാക്കി എടുക്കാൻ പൊതിർന്നിട്ടില്ല വെള്ളത്തിലിട്ട് വെച്ചാൽ. അപ്പോൾ അതിന് മടി വെച്ചതാണ്. അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ എന്നും കരുതി. ഇതായാൽ പിന്നെ കറി ഒന്നും വേണ്ട. ഇതന്നെ പാടില്ല. ഒരു കുറഞ്ഞ മധുരം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കെല്ലാം തൃപ്പതിയേക്കാരം. ഒരു നുള്ളു സോഡപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. ഏതായാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പൊള്ളച്ചൊക്കെ വന്നിക്കണു. അപ്പോൾ തുള്ളി എണ്ണ ഇങ്ങനെ പരട്ടി കൊടുത്തിട്ടാണ് മാവാണ് പാർന്നിട്ടാണ് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവിൻ്റെ ഇതൊക്കെ പാകമാണെന്നുണ്ടെങ്കിൽ നല്ലോണം നട്ടത്തിൽ 2 ആരെടുത്തൊക്കെ റെഡി ആയി കിട്ടും. നല്ല പതും ഉണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. സാറിയിക്കണം. ഇപ്പോൾ പടലങ്ങ തേങ്ങ അരച്ചിട്ടാണ് കറി ഉണ്ടാക്കാമെന്ന് കരുതി പടലങ്ങയുടെ മുറുക്കി വെള്ളത്തിലിട്ടിരുന്നു. ഇളയ പടലങ്ങയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനതിൻ്റെ ചോറൊന്നും കളഞ്ഞിട്ടില്ല. അതൊക്കെ കഴിക്കാൻ ഇട്ടിക്കാണ് കേട്ടോ. എനിക്ക് അങ്ങനെ കേട്ടോ ഇഷ്ടം. ഇനിയിപ്പോൾ അത് ഇട്ടിക്കുകയാണെങ്കിലും തേങ്ങ അരച്ചിട്ടാണെങ്കിലൊക്കെ അങ്ങനെ ആക്കിയാൽ നമ്മൾ മത്തി കണ്ടില്ലേ കറുമണികളായി ഇങ്ങനെ കിടക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് ഒന്ന് വെച്ചിട്ടെടുക്കുകയാണ്. അപ്പോൾ തക്കാളിയും പുളിയൊക്കെ ഇട്ടിക്കാണ്ട് പച്ചമുളകൊക്കെ കയറിയിട്ട് മഞ്ഞൾപ്പൊടി മുളകും പൊടിയും ഒക്കെ ഇട്ടുകാണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കണ്ട് നല്ലോണം നമുക്ക് വയച്ച് റെഡിയായിക്കാണ്ട് ഇതിൽ മത്തിയാണ് മുറിച്ചിട്ട് കാണ്ട് അതിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ടിട്ട് കുറച്ച് പച്ചച്ചെണ്ണ ഇട്ടിച്ച പരിപാടി കഴിഞ്ഞു കേട്ടോ.